കാട്ടണം ഈ വിധ സ്നേഹം, നേട്ടമികമതിൽ നോട്ടമിട്ട് കാട്ടുവതല്ല നൽ സ്നേഹം. കണ്ടില്ലേ, ആ നല്ല സമരിയാക്കാരനെ പോലെ ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ, മറ്റൊരു ക്രിസ്തു ആകാൻ നിനക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ആരുമില്ലല്ലേ? എനിക്കറിയാം, അതിനു പകരം വെക്കേണ്ടത് നിന്റെ ജീവനാണ്. ഞാനുണ്ട്, ഞങ്ങളുണ്ട്. ജന്മം നൽകി എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അപ്പൻ ഞാൻ മൂലം എത്ര വേദന അനുഭവിച്ചു. അപ്പൻ തന്ന സ്നേഹം എനിക്ക് തിരികെ കൊടുക്കണം. അതെ, 10 മാസം എന്നെ ഗർഭപാത്രത്തിൽ ചുമന്ന എന്റെ പൊന്നമ്മച്ചി, ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു. എനിക്കും എന്റെ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കണം. സാമൂഹിക നന്മ കുടുംബത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിന്റെ മാതാപിതാക്കളോട് കരുണയുള്ളവരായിരിക്കുവിൻ. അതൊരു കാക്കയാണ്. അതൊരു കാക്കയാണെന്ന് പറഞ്ഞില്ലേ? എത്ര പ്രാവശ്യം പറയണം അതൊരു കാക്കയാണെന്ന്? വെളിവുമില്ല, ബോധവുമില്ല. എവിടെയെങ്കിലും പോയി കിടന്നുകൂടെ? അതെന്താ അപ്പച്ച ആ ശബ്ദം? അതൊരു കുയിൽ പാടുന്ന ശബ്ദമാ ജോബി മോനെ. ആ ശബ്ദമോ? അതും കുയിലിന്റെ ശബ്ദമാ. അതും കുയിലാണോ? അതേലോ ജോബി മോനെ. പത്തു വർഷങ്ങൾക്ക് മുമ്പിലെ ഒരു വേനലവധിക്കാലത്ത് നാട്ടിലെത്തിയ ജോബിമോൻ വല്യപ്പന്റെ കയ്യിലിരുന്ന് സവാരി നടത്തുമായിരുന്നു. മുറ്റത്തെ മൂവാണ്ടന്മാവിന്റെ കൊമ്പത്തിരുന്ന് പാടുന്ന കുയിലിന്റെ പാട്ട് എത്രയോ വട്ടം അവൻ ചോദിച്ചു, എത്രയോ വട്ടം ഉത്തരം നൽകി. എത്ര തവണ ഉത്തരം നൽകിയാലും തീരാത്ത ചോദ്യങ്ങൾ. അങ്ങനെ എത്രയെത്ര സംശയങ്ങൾ, എത്രയോ വട്ടം. ജോസേ, എടാ ജോസേ, നീ ആനിമോളെ വിളിച്ചോ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ റേഞ്ചിലില്ല. ഈശ്വര, എനിക്കിപ്പോൾ റേഞ്ച് കുറവാണെന്ന് ഇവളും അറിഞ്ഞോ? എന്തായാലും അവർ രാവിലെ തന്നെ പുറപ്പെടുമെന്നാ പറഞ്ഞേ. അപ്പച്ചന്റെ കുറച്ചു നാളത്തെ ആഗ്രഹമായിരുന്നു
മക്കളെ 3 പേരെയും ഈ വീട്ടിൽ ഒന്നിച്ചൊന്ന് കാണണമെന്ന്. പറഞ്ഞിട്ടെന്താ, പെൺമക്കളെ 2 പേരെയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു. മോനൊരുത്തനുള്ളത് വർഷങ്ങളായി അങ്ങ് ഗൾഫിലും. ഈ ക്രിസ്മസിനെങ്കിലും അപ്പച്ചന്റെ ആഗ്രഹം സാധിക്കുമല്ലോ. എല്ലാരും ഒരുമിച്ചൊരു രാത്രി കുർബാനയും സദ്യവട്ടങ്ങളും. രാജുമോനും ദീപമോളും കൂടി എത്തിയ ഇവിടെ ആഘോഷം തന്നെ. ആനിമോളും മോളിയും പിള്ളാരും എല്ലാം കൂടി ചേരുമ്പോൾ ഇത്തവണ ക്രിസ്മസ് പൊടി പോലും അല്ലയോ ജോബി മോനെ? ജോബി വാ, നമുക്ക് ബലൂണും അലങ്കാരങ്ങളും എടുത്തിട്ട് വരാം. മക്കളെ, നിങ്ങൾ ചെന്ന് അപ്പച്ചനെ അമ്മച്ചിയും ഒന്ന് കെട്ടിപ്പിടിക്ക്. വീതം വെക്കുമ്പോ എന്റെ മക്കൾക്കെങ്ങാനും 5 സെന്റ് കൂടുതൽ തന്നാലോ? ഞങ്ങളുടെ സിനിമോനും സിലിമോൾക്കും അമ്മച്ചിയും അപ്പച്ചനും എന്ന് പറഞ്ഞ ജീവനാ. അയ്യോ, ഇതെന്നതാ അമ്മച്ചി, ആകെ ക്ഷീണിച്ചു പോയല്ലോ. ശോ, അപ്പച്ചനും ആകെ അങ്ങ് മേലുണ്ടായല്ലോ. ജോസേ, ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയില്ലയോ? എന്നാ പിന്നെ ആനിയമ്മേ, നിങ്ങൾ തിരിച്ചു പോകുമ്പോ അപ്പച്ചനെ അമ്മച്ചിയെയും കുറച്ചു നാളത്തേക്ക് എറണാകുളത്തിനൊന്ന് കൊണ്ടുപോയിക്കൂടെ? അത് പറ ജോസേ, ഞാൻ ഇവളോട് പറയാറുള്ളതാ. ഞാൻ ഈ ബിസിനസ് ടൂറിനൊക്കെ പോകുമ്പോഴേ അപ്പച്ചനെ അമ്മച്ചയും കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടു നിർത്താൻ. അതെ മനുഷ്യ, നിങ്ങൾ ഈ മാട്ടുപെട്ടിയിൽ പോത്തിനെ വാങ്ങിക്കാൻ പോകുന്നതിനാണോ ഈ ബിസിനസ് ടൂർ എന്ന് പറയുന്നത്? അല്ല ജോസേ, ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങ് 11ാം നിലയിലല്ലയോ. അമ്മച്ചിക്ക് ശ്വാസം മുട്ടും. മുകളിലോട്ട് പോകും തോറും ഓക്സിജൻ കുറവല്ലയോന്നേ. അപ്പച്ചൻ എന്തു പറഞ്ഞാലും ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. മക്കളെ, ഈ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങളെ മക്കളെല്ലാവരെയും വീട്ടിൽ ഒന്നിച്ചൊന്ന് കാണാൻ ഒത്തിരി കൊതിച്ചുപോയി. മറ്റന്നാള് രാത്രിയെ ഒന്നിച്ച് പള്ളിയിൽ പോവാനും ഒന്നിച്ച് നോമ്പ് വീട്ടാനും ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് മാത്ര. അമ്മച്ചി, ഇതൊക്കെ ഈ നാടിന്റെ പഴഞ്ചൻ സംസ്കാരമാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതിനൊന്നും സമയം കണ്ടെത്താൻ കഴിയില്ല. രാജുമോനെ, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വേദനകളുടെ ലോകത്തു നിന്നും കാത്തിരിപ്പിന്റെ വിരസതകളിൽ നിന്നും ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു ലോകം ഇവിടെ പണിതുയർത്തി. അത് തട്ടിത്തെറിപ്പിക്കരുത് മോനെ. എടാ ജോസേ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു, പോരാത്തതിന് ഇവിടുത്തെ ഡ്രൈവറും. പക്ഷേ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടേണ്ട, മനസ്സിലായല്ലോ? അല്ല കുഞ്ഞേ, അപ്പച്ചൻ വലിയ സന്തോഷത്തോടെ പെൺമക്കളെയെല്ലാം നേരത്തെ വിളിച്ചു വരുത്തി. ഇവിടെ വലിയ ഒരുക്കങ്ങളുമാണ്, അതുകൊണ്ടാ. ആകെ 10 ദിവസത്തെ ലീവ്. 4 ദിവസം ഒരുക്കങ്ങളും യാത്രയുമായി പോവും. 5 ദിവസത്തെ സിംഗപ്പൂർ ടൂർ ബുക്ക് ചെയ്താ ഞങ്ങൾ വന്നത്. ഇന്നൊരു ദിവസം അപ്പച്ചനോടും അമ്മച്ചോടും കൂടി കഴിയാൻ, അതും വളരെ ബന്ധപ്പെട്ട് കിട്ടിയ സമയമാണ്. മക്കളെ, സമയവും കാലവും ഒക്കെ ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണ്. അപ്പച്ചൻ എത്ര നാളായി ഇങ്ങനെ ഓർമ്മയുമില്ലാതെ ഒരു 2 ദിവസം ഇവിടെ കഴിയാൻ, ക്രിസ്മസ് കൂടാൻ നിങ്ങൾക്കില്ലയോ?
അമ്മച്ചി പ്ലീസ്, ഞങ്ങളെ ഈ വക കാര്യത്തിൽ കമ്പൽ ചെയ്യരുത്. ക്രിസ്തുമസ് ദിവസത്തിൽ പോലും പള്ളിയിൽ പോകാനും രാത്രി കുർബാന കൂടുവാനും നിങ്ങൾക്ക് സമയം കണ്ടെത്താനില്ലേ മക്കളെ? അപ്പച്ച, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെയുള്ള തിരിച്ചറിവിന്റെ പ്രായത്തിലാണ് ഞങ്ങൾ. മക്കളെ, പൈതൃകമായി നമുക്ക് കിട്ടിയ വിശ്വാസം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറണം. നാളെ ഞങ്ങൾ അവരെയും സിംഗപ്പൂരിന് കൊണ്ട് പോകുന്നുണ്ട്. പിന്നെന്താ, അവര് ലോകം കണ്ടു പഠിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തിയും വിശ്വാസവും കണ്ടുപഠിച്ചാണ് നിങ്ങളുടെ കുട്ടികൾ നാളെ വിശ്വാസത്തിലേക്ക് വളർന്നു വരേണ്ടത്. ദൈവവിശ്വാസവും സ്നേഹക്കൂട്ടായ്മയും ലോകത്തിൽ മന്ദീഭവിച്ചു വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനും അനാവശ്യ ബന്ധങ്ങളിലും പെട്ട് നഷ്ടമാകുന്നു. അപ്പച്ച, വേദാന്തവും സുവിശേഷവും കേൾക്കാനുള്ള സമയമല്ല ഇത്. എന്തു പറഞ്ഞാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത പരിപാടിയിൽ നിന്നും പിന്നോട്ടില്ല. ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ ഇവിടെ എല്ലാരും വിളിച്ചു കൂട്ടിയതും ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തതും. ഇല്ല മോളെ, അത് ഞങ്ങളുടെ തെറ്റ്. ഡാഡി, ക്രിസ്മസ് കഴിഞ്ഞു പോയാ മതി ഡാഡി. പ്ലീസ് ഡാഡി. നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. അതല്ല ഡാഡി, അപ്പച്ചനും അമ്മച്ചിയും വലിയ സന്തോഷത്തിലാ. വലിയ ക്രിസ്മസ് കേക്കും അലങ്കാരങ്ങളും ഒക്കെ വാങ്ങി. ജെനി, ജോബി, നോ കമന്റ്സ്. ഡാഡി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന്? അപ്പോൾ മക്കളെ, നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലേ? ഇല്ല, ഞാൻ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തണം. ജോസേ, എന്റെ വടി. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സന്തോഷമായിരിക്കണം. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഊർജസ്വലനാമി കുതിരയെ ഞാനൻ ബാല്യത്തിലേക്കു നയിച്ചു. സുഖദുഃഖമിശ്രമാം പടവുകൾ താണ്ടിയ കുതിരയൻ ബാല്യത്തിലെത്തി. പൗർണമി നാളിലെ കുളിരേറും രാവിൽ നഗ്നമാം മാറോടു ചേർത്തു പിടിച്ചൻ അമ്പിളി മാമനെ കാട്ടാനിറങ്ങിയ അച്ഛന്റെ രൂപം തെളിഞ്ഞു വന്നു. അച്ഛന്റെ നെഞ്ചിൻ ചൂടിൻ സുഖത്തിൽ അമ്പിളി മാമന്റെ പുഞ്ചിരി കണ്ടു ഞാൻ. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. വാനിൽ സംഗീതം, മണ്ണിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി. ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ, ഗ്ലോറിയ ഗ്ലോറിയ. കണ്ടില്ലേ ഇന്നത്തെ തലമുറ സ്വന്തം അപ്പനോടും അമ്മയോടും ഈ വിധമെങ്കിൽ പിന്നെ എങ്ങനെ അവൻ
സമൂഹത്തോട് കരുണയുള്ളവനായിരിക്കും? എങ്ങനെ അവൻ പ്രകൃതിയെ സ്നേഹിക്കും? ഹേ മനുഷ്യ, മടയത്തരം പറയാതെ. ഉള്ള സമയം പ്രകൃതിയെ സ്നേഹിച്ചാൽ നമുക്ക് പ്രകൃതി എന്ത് തരും? ജോലിസ്ഥലത്തെ കഷ്ടപ്പാട്, കുടുംബത്തിനു വേണ്ടിയുള്ള അലച്ചിൽ, പിന്നെ എപ്പോഴാ പ്രകൃതിയുടെ പിന്നാലെ? പ്രകൃതിയോട് കരുണ കാണിക്കണം പോലും. നീ ശരിക്കും വിഡ്ഢി തന്നെ. മനുഷ്യനെ സ്നേഹിച്ച ദൈവം അവന് സമ്മാനിച്ചത് സർവ്വതും ലഭ്യമായ ഏദൻ തോട്ടമായിരുന്നു. എപ്പോൾ അവൻ അനുസരണക്കേട് കാണിച്ചുവോ അപ്പോൾ അവൻ തോട്ടത്തിന് പുറത്തായി. ദൈവസ്നേഹത്തിന് പുറത്തു നിൽക്കുന്നവർ പ്രകൃതിയുമായി മല്ലിടേണ്ടി വരും. നമുക്ക് ദൈവസ്നേഹത്തിന് വിധേയമായി അവിടുന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കാംക്ഷിക്കാം. പ്രകൃതിയോട് കരുണയുള്ളവരായിരിക്കാം. ഇടനെഞ്ചു പൊട്ടി അലമുറ കൂട്ടുന്ന ജനനിയുടെ നിലവിളി കേട്ടോ, ജനനിയുടെ നിലവിളി കേട്ടോ. നെഞ്ചുടുക്കിൽ കൊട്ടി മക്കളോട് അരുതൊന്നു ചൊല്ലുവാൻ വന്നു ഞങ്ങൾ, അരുതൊന്നു ചൊല്ലുവാൻ വന്നു. ഇരുളാർന്ന ഭൂമിയിൽ പകൽ തീർക്കുവാൻ വന്ന് മിന്നാമിനുങ്ങിനെ പോലെ, ഇരുളാർന്ന ഭൂമിയിൽ പകൽ തീർക്കുവാൻ വന്ന് മിന്നാമിനുങ്ങിനെ പോലെ. ഹൃദയം വരണ്ടു കീറും നിലങ്ങളിൽ മിഴിനീർ പൂക്കളെ പോലെ, ഹൃദയം വരണ്ടു കീറും നിലങ്ങളിൽ മിഴിനീർ പൂക്കളെ പോലെ. നെഞ്ചുടുക്കിൽ കൊട്ടി മക്കളോട് അരുതൊന്നു ചൊല്ലുവാൻ വന്നു. ഹലോ, അതെ, ബ്രോക്കർ സുരേന്ദ്രൻ തന്നെ. അതെ, ഞാൻ തന്നെ. 40,000 50,000 ഒരു പൈസ കുറയില്ല, കുറയുന്ന പ്രശ്നമില്ല. ആ, വഴിയുണ്ട്, വഴിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വല്ല വഴിയുണ്ടോ? പിന്നെ തെങ്ങുണ്ട്, റബ്ബറുണ്ട്, കുരുമുളകുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇല്ലാത്ത ഒരു സാധനം മാത്രമുണ്ട്, ആദായം മാത്രമില്ല. എന്നാ നാളെ തന്നെ അഡ്വാൻസ്. ഹലോ ഹലോ, ശോ, ഫോൺ വെച്ചല്ലോ. ചോള സാമ്രാജ്യം വാഴും പിത്തശൂല മഹാരാജ സാമൂതിരി കൊതുകുതിരി മെഴുകുതിരി തമ്പുരാനിതാ. ചേട്ടാ, ഇയാളെവിടെ പോയി കിടക്കുക? ഇതാ ആ പരമദ്രോഹി തമ്പുരാൻ എഴുന്നള്ളുന്ന്. മന്മഥരാജ നമ്മുടെ രാജ, നാട് ഭരണത്താൽ മുടിയുന്നേ. മന്മഥരാജ പിമ്പിരി രാജ, കയ്യും കെട്ടി നിൽക്കാതെ. പാടം നികത്തിയാൽ പാറകൾ പൊട്ടിയാൽ നാട്ടിൽ ക്ഷേമം വന്നു കൂടാതെ.
വോട്ടെല്ലാം കിട്ടിയാൽ ഭരണത്തിലേറിയാൽ പാവം പ്രജകളെ മൊത്തം മറക്കാതെ മന്മഥരാജ വെറും കച്ചട രാജ മന്മഥരാജ നമ്മുടെ രാജ നാട് ഭരണത്താൽ മുടിയുന്നേ മന്മഥരാജ പോക്കിരി രാജ കയ്യും കെട്ടി നിൽക്കാതെ. നമ്മെ എന്തിനിങ്ങനെ പുകഴ്ത്തുന്നു? എടോ ഭടോ, നമ്മുടെ ഭരണം കൊണ്ട് പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? അതേ പ്രഭു, അങ്ങയുടെ ഭരണം കൊണ്ട് നാട്ടിലെങ്ങും ക്ഷാമം തന്നെ. അതാണീ സാമൂതിരി ചന്ദനത്തിരി കോലത്തിരി മഹാരാജാവ്. പ്രഭു, മന്ത്രി പുങ്കവനായിരുന്നോ? നാം വിചാരിച്ചു വല്ല വിജിലൻസും ആയിരിക്കുമെന്ന്. ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. എന്താ മന്ത്രി, സങ്കടം ഇപ്പോഴും ഉറങ്ങുകയാണോ? രാജൻ കൊട്ടാര ഖജനാവിൽ കള്ളം കയറി. എന്ത്? ഇരുപത്തിനാല് കാലാളുകൾ 24 മണിക്കൂറും കാവൽ നിൽക്കുന്ന നമ്മുടെ കൊട്ടാരമതിൽ കള്ളൻ ചാടിക്കടന്നോ? പറയൂ മന്ത്രി, അതെങ്ങനെ സംഭവിച്ചു? അത് രാജൻ, കള്ളൻ മതിലിൽ 7 ചാരി കടന്നു. ആരെവിടെ? ഞാൻ ഇവിടെ പ്രഭു.